പഹൽഗാം ഭീകരാക്രമണത്തിന് തിരിച്ചടിയായി ഇന്ത്യ നടത്തിയ സൈനിക ഓപ്പറേഷനിൽ ഗുരുതരമായ ചോദ്യങ്ങളാണ് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി നിരന്തരം ഉയർത്തുന്നത്. ഒരു വാർത്താ സമ്മേളനത്തിൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ നടത്തിയ ഗുരുതരമായ പരാമർശങ്ങളിൽ പിടിച്ചാണ് രാഹുൽ കേന്ദ്രത്തിനെതിരെ ആക്രമണം കടുപ്പിച്ചിരിക്കുന്നത്. ഇതിനിടെ നെതർലൻഡ്സ് പര്യടനത്തിനിടെ ജയശങ്കർ വിദേശ മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖവും പ്രതിപക്ഷം ആയുധമാക്കുകയാണിപ്പോൾ. ചോദ്യങ്ങൾക്ക് മുന്നിൽ മന്ത്രി തപ്പിത്തടയുന്നതിൻ്റെ ദൃശ്യങ്ങൾ പങ്കുവച്ച് കോൺഗ്രസ് നേതാക്കളും സൈബർ ആർമിയും മോദി സർക്കാരിനെ കടന്നാക്രമിക്കുകയാണ്. ഇന്ത്യയുടെ വിദേശ നയമാണ് തകർന്നിരിക്കുന്നതെന്നാണ് ഈ അഭിമുഖത്തോട് രാഹുൽ ഗാന്ധി പ്രതികരിച്ചത്. ഡച്ച് മാധ്യമങ്ങൾക്കു നൽകിയ അഭിമുഖത്തിൽ ജയശങ്കർ പറഞ്ഞതും പ്രതിപക്ഷത്തിന്റെ ആക്ഷേപങ്ങളും വിശദമായി പരിശോധിക്കാം. ഇൻഡെപ്തിലേക്ക് സ്വാഗതം. നെതർലൻഡ്സ് പര്യടനത്തിനിടെ ഡച്ച് പബ്ലിക് ബ്രോഡ്കാസ്റ്റർമാരായ NOSനും പ്രാദേശിക പത്രമായ ദ വോൾസ്ക്രാൻഡിനും ജയശങ്കർ അഭിമുഖം നൽകിയത്. രണ്ട് അഭിമുഖത്തിലും മാധ്യമപ്രവർത്തകർ കടുത്ത ചോദ്യങ്ങളും ഉയർത്തി. അമേരിക്കയാണ് ഇന്ത്യക്കും പാകിസ്ഥാനുമിടയിൽ മധ്യസ്ഥ ചർച്ച നടത്തിയത് എന്നാണല്ലോ ഡൊണാൾഡ് ട്രംപ് അവകാശപ്പെടുന്നത് എന്ന് ഒരു NOS അവതാരകൻ ചോദിച്ചപ്പോൾ ജയശങ്കറിന്റെ പ്രതികരണം ഇങ്ങനെയായിരുന്നു: രണ്ട് രാജ്യങ്ങൾ തമ്മിൽ സംഘർഷമുണ്ടാകുമ്പോൾ മറ്റു രാഷ്ട്രങ്ങൾ വിളിച്ച് ആശങ്ക അറിയിക്കുന്നതൊക്കെ സാധാരണമാണ്. എന്നാൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ചർച്ച നടത്തിയാണ് വെടിനിർത്തൽ പ്രഖ്യാപിച്ചതും സൈനിക നടപടി നിർത്തിവച്ചതുമെല്ലാം. ഇതോടെ പഹൽഗാമിൽ 26 ടൂറിസ്റ്റുകളെ കൊന്ന ഭീകരന്മാരെ പിടികൂടാനായോ എന്ന് അവതാരകൻ ചോദിച്ചു. അവരെ തിരിച്ചറിയാനായിട്ടുണ്ടെന്നായിരുന്നു ജയശങ്കറിന്റെ മറുപടി. അവരുടെ ഫോട്ടോകൾ ഞങ്ങളുടെ കയ്യിലുണ്ടെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി. ആളുകളെ മനസ്സിലായിട്ടും നിങ്ങൾക്ക് ഇതുവരെ അവരെ പിടികൂടാനായിട്ടില്ലേ? അപ്പോൾ ഓപ്പറേഷൻ ഇപ്പോഴും തുടരുന്നുണ്ടോ എന്നായി അവതാരകൻ. ഓപ്പറേഷൻ തുടരുന്നില്ലെന്ന് വ്യക്തമാക്കിയ ജയശങ്കർ സൈനിക നടപടികൾ തൽക്കാലത്തേക്ക് നിർത്തിവച്ചിരിക്കുകയാണെന്നും പാക് ഭീകരാക്രമണം തുടർന്നാൽ തിരിച്ചടി ഉണ്ടാകുമെന്നും സൂചിപ്പിക്കുന്നുണ്ട്. ഈ വിഷയത്തിൽ അമേരിക്കയുടെ റോൾ എന്താണെന്ന് വെയർ വാസ് ദ US ഇൻ ദിസ് പ്രോസസ് എന്ന് അവതാരകൻ ചോദിച്ചപ്പോഴായിരുന്നു മന്ത്രിയുടെ രസകരമായ പ്രതികരണം. വെൽ, ദ US വാസ് ഇൻ ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എന്നായിരുന്നു അദ്ദേഹം പ്രതികരിച്ചത്. ഈ പരാമർശം എടുത്തിട്ടാണ് ഇപ്പോൾ മന്ത്രിക്കെതിരെ വൻ ട്രോൾ വർഷം നടക്കുന്നത്. അതേസമയം മാർക്ക് റൂബിയോ തന്നെ വിളിക്കുകയും JD വാൻസ് പ്രധാനമന്ത്രിയുമായി സംസാരിക്കുകയും ചെയ്ത കാര്യം ജയശങ്കർ അഭിമുഖത്തിൽ വെളിപ്പെടുത്തുന്നുണ്ട്. അവർ അവരുടെ കാഴ്ചപ്പാട് പറയുകയാണ് ചെയ്തത്. ഞങ്ങളോടും പാകിസ്ഥാനോടുമെല്ലാം അവർ സംസാരിക്കുന്നുണ്ട്. അമേരിക്ക മാത്രമല്ല, വേറെയും രാജ്യങ്ങളുടെ തലവന്മാരും സംഘർഷത്തിനിടയിൽ ഇന്ത്യയെ ബന്ധപ്പെട്ടിരുന്നു. എല്ലാവരോടും ഒറ്റ കാര്യമാണ് ഞങ്ങൾ വ്യക്തമാക്കിയത്: പാകിസ്ഥാന് ആക്രമണം നിർത്തണമെന്ന ആവശ്യമുണ്ടെങ്കിൽ അവർ ഞങ്ങളോട് നേരിട്ട് പറയണം. അത് അവരിൽ നിന്നു തന്നെ ഞങ്ങൾക്ക് കേൾക്കണം. അവരുടെ സൈനിക മേധാവി ഞങ്ങളുടെ ജനറലിനെ വിളിക്കുകയും വിഷയം അവതരിപ്പിക്കുകയും വേണം. ഇത്രയൊക്കെയാണ് ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുള്ളതെന്നാണ് ജയശങ്കർ വിശദീകരിച്ചത്. ഇന്ത്യയിലെ ഭീകരാക്രമണങ്ങളിൽ പാകിസ്ഥാന് പങ്കില്ലെന്ന് പറഞ്ഞ് വെറുതെ നാടകം കളിക്കുന്നത് നിർത്തണമെന്നാണ് ഡച്ച് മാധ്യമമായ ദ വോൾസ്ക്രാൻഡിനോട് ജയശങ്കർ പറഞ്ഞത്. പാകിസ്ഥാനിൽ നടക്കുന്നതിനെക്കുറിച്ച് അവർക്ക് ഒന്നും അറിയില്ലെന്ന് പറയുന്നത് അംഗീകരിക്കാനാകില്ല. UN-ന്റെ ഭീകര പട്ടികയിലുള്ള ഏറ്റവും കുപ്രസിദ്ധമായ ഭീകരന്മാരെല്ലാം പാകിസ്ഥാനിലാണ് ഉള്ളത്. അവർ പട്ടാപ്പകൽ വലിയ നഗരങ്ങളിൽ ഇരുന്നാണ് ഓപ്പറേഷൻ നടത്തുന്നത്. അവർ എവിടെയാണ് താമസിക്കുന്നതെന്നും എന്തൊക്കെയാണ് അവിടെ ചെയ്യുന്നത് എന്നുമെല്ലാം ആളുകൾക്ക് അറിയാം. അവരുമായി ബന്ധം പുലർത്തുന്നവരെയും അറിയും. അതുകൊണ്ട് തന്നെ പാകിസ്ഥാന് ഇതിലൊന്നും ബന്ധമില്ലെന്ന് വെറുതെ പറയരുത്. ഭരണകൂടം മാത്രമല്ല, സൈന്യവും ഇതിൽ കാര്യമായി പങ്കാളികൾ ആകുന്നുണ്ടെന്നും ജയശങ്കർ ആരോപിക്കുന്നുണ്ട്. അതേസമയം ഡച്ച് മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖങ്ങൾക്ക് പിന്നാലെയും കഴിഞ്ഞ ദിവസങ്ങളിൽ ഉയർത്തിയ ചോദ്യങ്ങൾ ആവർത്തിക്കുകയായിരുന്നു രാഹുൽ ഗാന്ധി. ഇന്ത്യ എന്തിന് പാകിസ്ഥാന് സന്ദേശങ്ങൾ അയച്ചു? എന്തുകൊണ്ട് ഒരൊറ്റ രാജ്യവും പാകിസ്ഥാനെ അപലപിച്ചുകൊണ്ട് ഇന്ത്യക്ക് പിന്തുണ നൽകിയില്ല? ഇന്ത്യക്കും പാകിസ്ഥാനുമിടയിൽ മധ്യസ്ഥ വഹിക്കാൻ ആരാണ് ട്രംപിനോട് ആവശ്യപ്പെട്ടത്? എന്നിങ്ങനെയായിരുന്നു രാഹുലിൻ്റെ ചോദ്യങ്ങൾ. ഇന്ത്യയുടെ വിദേശ നയം തകർന്നിരിക്കുകയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ഭീകര താവളങ്ങൾ ലക്ഷ്യമിട്ട് ഞങ്ങൾ ആക്രമണം നടത്താൻ പോകുകയാണെന്ന് ഓപ്പറേഷന് മുൻപ് തന്നെ പാകിസ്ഥാന് വിവരം നൽകിയിരുന്നുവെന്ന് ജയശങ്കർ നേരത്തെ വെളിപ്പെടുത്തിയിരുന്നു. ഭീകര കേന്ദ്രങ്ങൾ മാത്രമാണ് ലക്ഷ്യമിടുന്നതെന്നും സൈനിക കേന്ദ്രങ്ങൾ ഒന്നും ആക്രമിക്കുന്നില്ലെന്നും അറിയിച്ചു. സൈന്യം കണ്ടുനിന്നാൽ മതി, ഇതിൽ ഇടപെടേണ്ടെന്നും വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ആ ഉപദേശം അവർ കേട്ടില്ലെന്നുമായിരുന്നു ജയശങ്കർ പരസ്യമായി വെളിപ്പെടുത്തിയത്. ഇതിനു പിന്നാലെയാണ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് കേന്ദ്രത്തിനെതിരെ ആക്രമണം കടുപ്പിച്ചത്.
സൈനിക നടപടികൾക്ക് മുൻപ് ഓപ്പറേഷൻ വിവരങ്ങൾ ശത്രുരാജ്യത്തെ അറിയിക്കുന്നത് സ്ട്രാറ്റജിക് ബ്ലണ്ടറും വൻ കുറ്റകൃത്യവുമാണെന്നായിരുന്നു വിമർശനം. ഈ വൻ വീഴ്ചയിൽ മോദിക്ക് ഉത്തരവാദിത്തമുണ്ട്. ജയശങ്കർ ഇനിയും ആ സ്ഥാനത്തിരിക്കാൻ യോഗ്യനല്ലെന്നും നേതാക്കൾ ചൂണ്ടിക്കാട്ടിയിരുന്നു. അതേസമയം ഡച്ച് മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ കേന്ദ്രമന്ത്രി തപ്പിത്തടയുന്ന ദൃശ്യങ്ങൾ പങ്കുവച്ച് കോൺഗ്രസ് ഹാൻഡിലുകളും നേതാക്കളും ട്രോൾ വർഷവും തുടരുന്നുണ്ട്. ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, ദിസ് ഈസ് അവർ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ, ദ വൺ ആൻഡ് ഓൺലി ജെ എന്നായിരുന്നു കോൺഗ്രസ് മാധ്യമ വിഭാഗം തലവൻ പവൻ ഖേഡയുടെ പരിഹാസം. എന്തുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ നാവ് കുഴയുന്നതെന്നാണ് കോൺഗ്രസിൻ്റെ ഔദ്യോഗിക ഹാൻഡിലിലെ പോസ്റ്റിൽ ചോദിച്ചത്. ഞങ്ങളെ ഇനിയും നാണം കെടുത്താതെ വേഗം രാജിവെക്കുന്നതാണ് നല്ലതെന്ന് കോൺഗ്രസ് കേരള കുറ്റപ്പെടുത്തി. BJP നേതാവും മുൻ പാർലമെന്റ് അംഗവുമായ സുബ്രഹ്മണ്യൻ സ്വാമിയും ജയശങ്കറെ പരിഹസിക്കുന്നുണ്ട്. മോദി മന്ത്രിസഭയിലെ വെയിറ്ററാണ് ജയശങ്കർ എന്നായിരുന്നു സ്വാമിയുടെ പരിഹാസം.